എല്ലാവർക്കും PSC സഹചാരിയിലേക്ക് സ്വാഗതം. ഫെബ്രുവരി 8 നടക്കാൻ പോകുന്ന 10th പ്രിലിംസിൻ്റെ 4ാം ഘട്ടത്തിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ കഴിഞ്ഞ 3 സ്റ്റേജിലെ കറണ്ട് അഫെയർസിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പാർട്ട് 1 വീഡിയോ ആണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. 21ാമത്തെ ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷമേത്? ഓപ്ഷൻ സി 2023 ആണ്. അപ്പോൾ അന്താരാഷ്ട്ര UN ഇയേഴ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. 2023 നമുക്കറിയാം അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം അല്ലെങ്കിൽ മില്ലറ്റ് വർഷമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഡയലോഗ് ആസ് എ ഗ്യാരണ്ടി ഓഫ് പീസ്. 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷം അല്ലെങ്കിൽ ക്യാമലിഡ് വർഷമായിട്ടാണ് ആഘോഷിക്കുന്നത്. 2025 ഹിമാനി സംരക്ഷണ വർഷം, സഹകരണ വർഷം, സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷം, ക്വാണ്ടം സയൻസ് വർഷം. 2026 മേച്ചിൽപ്പുറ വർഷം, ഇടയന്മാരുടെ വർഷം, വനിതാ കർഷകരുടെ വർഷം, സുസ്ഥിര വികസനത്തിനായുള്ള സന്നദ്ധ പ്രവർത്തകരുടെ വർഷം. 2027 സുസ്ഥിരവും നിലനിൽക്കുന്നതുമായ ടൂറിസത്തിൻ്റെ വർഷം. 13ാമത്തെ ക്വസ്റ്റ്യൻ, 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി. ഓപ്ഷൻ ബി കാരിച്ചാൽ ചുണ്ടനാണ്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് 2024 നടന്നത്. കാരിച്ചാൽ ചുണ്ടനാണ് ഇതിൻ്റെ വിജയി. 16ാമത്തെ തവണയാണ് ഈ കാരിച്ചാൽ ചുണ്ടൻ വിജയിക്കുന്നത്. കാരിച്ചാൽ ചുണ്ടൻ മത്സരിച്ചത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ കീഴിലാണ്. ഈ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുടർച്ചയായിട്ട് 5ാം തവണയാണ് നെഹ്റു ട്രോഫി വിജയിയാവുന്നത്. കളിവള്ളം തുഴഞ്ഞു നീങ്ങുന്ന നീല പൊന്മാനാണ് 2024 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം. ഇതിൻ്റെ പേരെന്താണ്? നീലു എന്നതാണ് ഇതിൻ്റെ പേര്. 10ാമത് പ്രസിഡൻസ് ട്രോഫി വിജയിയാണ് വിയ്യപുരം ചുണ്ടൻ. കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബിൻ്റെ കീഴിലാണിത് മത്സരിക്കുന്നത്. അടുത്തതാണ് CBL, 4ാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് അല്ലെങ്കിൽ CBL വിജയിയാണ് കാരിച്ചാൽ ചുണ്ടൻ. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ കീഴിലാണ് ഇത് മത്സരിച്ചത്. 61ാമത്തെ ക്വസ്റ്റ്യൻ, വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര. ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ ലൊക്കേഷൻ കോഡാണ് INTRV01. നെയ്യാറ്റിൻകര താലൂക്കിലാണിത് സ്ഥിതി ചെയ്യുന്നത്. കോവളം നിയമസഭാ മണ്ഡലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കോവളത്തിൻ്റെ MLA ആണ് M. വിൻസെൻ്റ്. വിഴിഞ്ഞം പോർട്ടിൻ്റെ MD ആണ് ദിവ്യ S. അയ്യർ. CEO ആണ് ശ്രീകുമാർ K. നായർ. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കരാർ കമ്പനിയാണ് അദാനി ഗ്രൂപ്പ്. ഈ കരാറിൽ ഒപ്പിട്ടത് 2015 ഓഗസ്റ്റ് 17-നാണ്. തറക്കല്ലിട്ടത് 2015 ഡിസംബർ 5-നാണ്. ഉദ്ഘാടനം കഴിയുന്നത് 2023 ഒക്ടോബർ 15-നാണ്. വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യമായിട്ടെത്തിയ ഫീൽഡ് കപ്പലാണ് മാരിൻ അസൂർ. ആദ്യമായിട്ടെത്തിയ മദർഷിപ്പാണ് സാൻ ഫെർണാണ്ടോ. ആദ്യത്തെ ചരക്ക് കപ്പലാണ് ഷെൻഹുവ 15. കേരള സംസ്ഥാന തുറമുഖ വകുപ്പ് മന്ത്രിയാണ് VN വാസവൻ. കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രിയാണ് സർബാനന്ദ സോനോവാൾ. ഈ വിഴിഞ്ഞത്തിൻ്റെ പഴയ പേരായിരുന്നു രാജേന്ദ്ര ചോള പട്ടണം എന്ന് പറയുന്നത്. കേരളത്തിൽ പുതുതായിട്ട് വന്നിട്ടുള്ള നാഷണൽ ഹൈവേ ആണ് NH 866. 12ാമത്തെ നാഷണൽ ഹൈവേ ആണിത്. നവായിക്കുളത്തെയും വിഴിഞ്ഞം പോർട്ടിനെയാണിത് ബന്ധിപ്പിക്കുന്നത്. അടുത്തത് 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഹാൻകാങ്ങിനെ പറ്റി താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? എല്ലാം ശരിയാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, 2024 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ സംഘടന നിഹോൺ ഹിഡാൻക്യോ. 82 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചതാർക്കാണ്? ഓപ്ഷൻ സി ഹാൻകാങ്ങിനാണ്.
അപ്പോൾ നൊബേൽ സമ്മാനമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സാണ് നമ്മൾ അടുത്ത സ്ലൈഡ് കൊടുത്തിരിക്കുന്നത്. 2024 വൈദ്യശാസ്ത്രത്തിന് നൊബേൽ ലഭിച്ചവരാണ് വിക്ടർ ആംബ്രോസും ഗാരി റവ്കുനും. മൈക്രോ RNA അല്ലെങ്കിൽ mRNAയുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തത്തിനാണ് ഇവർക്ക് നൊബേൽ ലഭിച്ചിട്ടുള്ളത്. രസതന്ത്രത്തിന് ഡേവിഡ് ബെക്കറിലിന് പ്രോട്ടീൻ ഡിസൈനുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തത്തിനാണ് നൊബേൽ ലഭിച്ചത്. ഡെമിസ് ഹസാബിസിനും ജോൺ ജംബർക്കും പ്രോട്ടീൻ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തത്തിനാണ് നൊബേൽ ലഭിച്ചത്. ഭൗതിക ശാസ്ത്രത്തിന് നൊബേൽ ലഭിച്ചവരാണ് ആരൊക്കെ? ജെഫ്രി ഹിൻഡനും ജോൺ ഹോപ്ഫീൽഡും. ഇവർക്ക് എന്തിനാണ് കിട്ടുന്നത്? കൃത്രിമ ന്യൂറൽ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് നടത്തിയതിനാണ് ഇവർക്ക് നൊബേൽ ലഭിച്ചത്. AI തലതൊട്ടപ്പൻ എന്നറിയപ്പെടുന്നത് ജെഫ്രി ഹിൻഡനാണ്. സാമ്പത്തികത്തിനുള്ള നൊബേൽ കിട്ടിയത് ആർക്കൊക്കെയാണ്? സൈമൺ ജോൺസൺ, ഡാരൻ അസമഗ്ലു, ജെയിംസ് റോബിൻസൺ. രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക അസമത്വത്തിൻ്റെ കാരണം വിവരിച്ചതിനാണ് ഇവർക്ക് നൊബേൽ കിട്ടുന്നത്. അടുത്തതാണ് സമാധാനത്തിനുള്ള നൊബേൽ. സമാധാനത്തിനുള്ള നൊബേൽ കിട്ടിയ സംഘടനയാണ് നിഹോൺ ഹിഡാൻക്യോ. ജപ്പാനിലെ ഒരു അണുവായുധ വിരുദ്ധ പ്രസ്ഥാനമാണിത്. ഈ ഹിബാകുഷി എന്നത് ഇതിൻ്റെ മറ്റൊരു പേരാണ്. ഈ ഒരു പ്രസ്ഥാനം തുടങ്ങിയത് 1956 കടലാസ് കൊറ്റിയാണ് ഈ ഒരു സംഘടനയുടെ ലോഗോ എന്ന് പറയുന്നത്. ഹാൻകാങ് എന്ന വനിതയാണ് സാഹിത്യത്തിനുള്ള നൊബേൽ ഇത്തവണ ലഭിച്ചത്. ഇവർ ദക്ഷിണ കൊറിയക്കാരിയാണ്. ഏഷ്യയിലെ സാഹിത്യത്തിന് നൊബേൽ കിട്ടുന്ന ആദ്യ വനിതയാണ് ഹാൻകാങ് എന്ന് പറയുന്നത്. ദക്ഷിണ കൊറിയയിൽ രണ്ടാമത്തെ നൊബേൽ കിട്ടുന്ന വ്യക്തിയുമാണ് ഇവർ. സാഹിത്യ നൊബേൽ ലഭിച്ച 18ാമത്തെ വനിത കൂടിയാണ് ഈ ഹാൻകാങ് എന്ന് പറയുന്നത്. ഹാൻകാങ്ങിൻ്റെ ആദ്യത്തെ കവിതയാണ് ശീതകാലം എന്ന് പറയുന്നത്. ആദ്യത്തെ നോവലാണ് ബ്ലാക്ക് ഡീർ. പിന്നെ ഇവരുടെ ഒരു കൃതിയുണ്ട്, ദ വെജിറ്റേറിയൻ എന്ന കൃതി. മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് CV ബാലകൃഷ്ണനാണ്. ഹാൻകാങ്ങിൻ്റെ ബേബി ബുദ്ധ എന്ന കൃതി സിനിമയാക്കിയിട്ടുണ്ട്. ലേറ്റസ്റ്റ് നോവലാണ് ഇവരുടെ വി ഡു നോട്ട് പാർട്ട് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനാണ്, 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഓപ്ഷൻ ഡി 1ഉം 4ഉം മാത്രം. 36 2024 ബ്രിക്സ് സമ്മേളനം നടന്നതെവിടെ? എ റഷ്യ. 27 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത്? ഓപ്ഷൻ എ റഷ്യയിലെ കസാനിലാണ്. അപ്പോൾ 2024 ബ്രിക്സിൻ്റെ 16ാമത്തെ ഉച്ചകോടിയാണ് റഷ്യയിലെ കസാനിൽ നടന്നത്. ബ്രിക്സിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ചൈനയിലെ ഷാങ്ഹായിലാണ്. നിലവിൽ 10 അംഗങ്ങളാണ് ബ്രിക്സിലുള്ളത്. അതിൽ 10ാമതായിട്ട് വന്ന രാജ്യമാണ് ഇന്തോനേഷ്യ. പങ്കാളിത്ത രാജ്യങ്ങളുടെ എണ്ണം 9 അതിൽ 9ാമതല്ലെങ്കിൽ അവസാനം വന്ന രാജ്യമാണ് നൈജീരിയ. ഇന്ത്യ 3 തവണയാണ് ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചത്. 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടി വേദി എന്ന് പറയുന്നത് ബ്രസീലിലെ റിയോ ഡി ജനീറോയാണ്. അപ്പോൾ ഈ തുടക്കത്തിൽ 4 രാജ്യങ്ങളായിരുന്നു ബ്രിക്സിലുണ്ടായിരുന്നത്. ബ്രിക്ക് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. 2006 ഇത് തുടങ്ങിയത്. 2010 സൗത്ത് ആഫ്രിക്ക അംഗമായതോടുകൂടിയാണ് ഈ ബ്രിക്സ് എന്നുള്ള പേര് ഇതിന് വരുന്നത്. ബ്രിക്സിൻ്റെ ഉടമസ്ഥതയിലുള്ള ബാങ്കാണ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക്, NDB എന്ന് പറയും. ചൈനയിലെ ഷാങ്ഹായി ആണ് ഇതിൻ്റെ ആസ്ഥാനം വരുന്നത്. ബ്രിക്സിലെ നിലവിലെ അംഗങ്ങളാണ് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഈജിപ്റ്റ്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, UAE. നിലവിൽ ബ്രിക്സ് പ്ലസ് എന്നാണ് ഇതറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി 4 മാത്രമാണ്. 34ാമത്തെ ക്വസ്റ്റ്യൻ, 2024 കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായവർ. ഓപ്ഷൻ സി S സോമനാഥ്, ഭുവനേശ്വരി. 79 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? എ
NS മാധവനാണ്. അപ്പോൾ അടുത്ത സ്ലൈഡിൽ നമ്മൾ കുറച്ച് പുരസ്കാരങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. 2024 മൂന്നാമത്തെ കേരള പുരസ്കാരമാണ് കൊടുത്തിട്ടുള്ളത്. സംസ്ഥാനത്തിൻ്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമാണ് കേരള ജ്യോതി. 2024 ഇത് ഒരാൾക്കാണ് കിട്ടിയത്. അത് MK സാനുവിനാണ് ലഭിച്ചത്. കേരളപ്രഭ പുരസ്കാരം 2 പേർക്കാണ് ലഭിച്ചത്. S സോമനാഥ്, നമുക്കറിയാം, മുൻ ISRO ചെയർമാനാണ്. സയൻസ് ആൻഡ് ടെക്നോളജി വിഭാഗത്തിലാണ് ലഭിച്ചിട്ടുള്ളത്. പിന്നെ അടുത്ത വ്യക്തിയാണ് ഭുവനേശ്വരി, ജൈവ കൃഷിയാണ്. പിന്നെ വരുന്നത് കേരളശ്രീ പുരസ്കാരം 6 പേർക്കാണ് കൊടുത്തിട്ടുള്ളത്. അത് ഫസ്റ്റ് വൺ കലാമണ്ഡലം വിമല മേനോൻ മോഹിനിയാട്ടം, ഡോക്ടർ TK ജയകുമാർ ആരോഗ്യം, നാരായണ ഭട്ടതിരി കാലിഗ്രഫി, സഞ്ജു സാംസൺ കായികം, ഷൈജ ബേബി ആശാവർക്കർ, VK മാത്യൂസ് വ്യവസായം. അടുത്ത സ്ലൈഡിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. 2024 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവനാണ്. 2024 48ാമത് വയലാർ അവാർഡ് അശോകൻ ചെരുവിൽ, കൃതി കാട്ടൂർ കടവ്. 2024 കേന്ദ്ര സാഹിത്യ അവാർഡ് K ജയകുമാറാണ്, കൃതി പിംഗല കേശിനി. 2024 സ്വാതി സംഗീത പുരസ്കാരം PK കുമാര കേരളവർമ്മക്കാണ്. 2024 ഹരിവരാസന പുരസ്കാരം PK വീരമണിദാസ്. 2024 നിയമസഭാ അവാർഡ് M മുകുന്ദൻ. 2023 16ാമത് ബഷീർ അവാർഡ് ലഭിച്ചത് E സന്തോഷ് കുമാറിനാണ്, കൃതി നാരകങ്ങളുടെ ഉപമ. 17ാമത് മലയാറ്റൂർ ട്രസ്റ്റ് അവാർഡ് സാറ ജോസഫിനാണ്, നോവൽ എസ്റ്റേർ. 2024 കടമനിട്ട അവാർഡ് റഫീഖ് അഹമ്മദ്. 2024 ONV സാഹിത്യ പുരസ്കാരം പ്രതിഭ റായ്ക്കാണ്. 2024 ONV യുവ സാഹിത്യ പുരസ്കാരം ദുർഗ പ്രസാദ്. 2024 ബാലാമണിയമ്മ പുരസ്കാരം ചാത്തനാത്ത് അച്യുതൻ ഉണ്ണിക്കാണ് ലഭിച്ചത്. അടുത്ത സ്ലൈഡിൽ നമ്മൾ കുറച്ച് അഡീഷണൽ പോയിൻറ്റ്സ് കൂടി കൊടുത്തിട്ടുണ്ട്. 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം 2 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഗുൽസാർ ഉറുദു ഭാഷക്കാണ്, രാം ഭദ്രാചാര്യ സംസ്കൃതം. 2023 33ാമത് സരസ്വതി സമ്മാൻ പ്രഭാ വർമ്മ, കൃതിയാണ് രൗദ്ര സാത്വികം. 34ാമത് വ്യാസ് സമ്മാൻ സൂര്യ ബാലക്കാണ്, ഹിന്ദി റൈറ്ററാണ് ഇവർ. നോവലാണ് കോൻ ദേശ് കി വാസി വേണു കി ഡയറി. JCB അവാർഡ് 2024 ഉപമന്യു ചാറ്റർജി, ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ്, അതാണ് കൃതി. പെൻ പിൻറ്റർ 2024 ലഭിച്ചത് അരുന്ധതി റോയ്ക്കാണ്, കൃതി അൺഫ്ലിഞ്ചിങ് ആൻഡ് അൺസേർവിങ്. 2024 ഉപതെരഞ്ഞെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലങ്ങൾ. ഓപ്ഷൻ ഡി പാലക്കാട്, ചേലക്കര. അപ്പോൾ 18ാമത് ലോക്സഭ ഇലക്ഷനായിരുന്നു 2024 നടന്നിട്ടുണ്ടായിരുന്നത്. 7 ഘട്ടങ്ങളിലായിട്ടായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത്. കേരളത്തിൽ നമുക്കറിയാം ആകെ 20 ലോക്സഭാ സീറ്റുകളാണുള്ളത്. അതിൽ 2 പട്ടികജാതി സംവരണ സീറ്റുകളാണ് ആലത്തൂരും മാവേലിക്കരയും. 2024 ഏപ്രിൽ 26 കേരളത്തിൽ ഇലക്ഷൻ നടക്കുന്നത്. കേരളത്തിൽ 2ാം ഘട്ടത്തിലായിരുന്നു ഇലക്ഷൻ നടന്നിരുന്നത്. ജൂൺ 4 റിസൾട്ട് വന്നത്. ഈ 20 സീറ്റിൽ 18 UDFും 1 LDFും 1 BJPക്കുമാണ് കിട്ടിയത്. LDFന് ആലത്തൂരാണ് കിട്ടിയത്. K രാധാകൃഷ്ണനാണ്. ഇവർ മുൻ ദേവസ്വം SC/ST വകുപ്പ് പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രിയാണ്. പിന്നെ BJP നമുക്കറിയാം തൃശ്ശൂരിലാണ്, സുരേഷ് ഗോപിയാണ് വിജയിച്ചത്. 2016 മുതൽ 2022 വരെ സുരേഷ് ഗോപിയെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തിരുന്നു. ഇപ്പോൾ നിലവിൽ ലോക്സഭ MP ആണ് ഇദ്ദേഹം.
ഇദ്ദേഹം അതുപോലെ തന്നെ ഈ ടൂറിസം, പെട്രോളിയം, പ്രകൃതിവാതക സഹമന്ത്രിയാണ്. 2024 കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലങ്ങളാണ് ചേലക്കരയും പാലക്കാടും. ചേലക്കരയിൽ UR പ്രദീപും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലുമാണ് വിജയിച്ചത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത് പ്രിയങ്ക ഗാന്ധിയാണ്. പിന്നെ ഒരു പോയിന്റ് വരുന്നത് നിലമ്പൂരിലെ MLA ആയിരുന്ന PV അൻവർ രാജിവെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇനി എന്താണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കും. താഴെ കുറച്ച് സംസ്ഥാനങ്ങളും അവയുടെ മുഖ്യമന്ത്രിമാരെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നോക്കാം. മഹാരാഷ്ട്ര ദേവേന്ദ്ര ഫഡ്നാവിസ് ആണ്. ജാർഖണ്ഡ് ഹേമന്ത് സോറൻ. ഹരിയാന നയാബ് സിംഗ് സയാനി. ജമ്മു ആൻഡ് കാശ്മീർ ഒമർ അബ്ദുള്ള. ഒഡീഷ മോഹൻ ചരൺ മാഞ്ചി. ആന്ധ്രാപ്രദേശ് ചന്ദ്രബാബു നായിഡു. സിക്കിം പ്രേം സിംഗ് തമാങ്. അരുണാചൽ പ്രദേശാണ് പ്രേമഗണ്ഡു. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതിയാണ് ഓപ്ഷൻ ബി കൂട്ട്. അപ്പോൾ അടുത്ത സ്ലൈഡിൽ നമ്മൾ കുറച്ച് പോലീസുമായി ബന്ധപ്പെട്ട കുറച്ച് പദ്ധതികളാണ് കൊടുത്തിരിക്കുന്നത്. കേരള പോലീസിൻ്റെ പദ്ധതികളാണ്. ഫസ്റ്റ് വൺ ചിരി. കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ചിരി. ഹോപ്പ് എന്താണ്? 10th +2 ഒക്കെ തോറ്റുപോയ കുട്ടികൾക്ക് പഠനം പാതി വഴിയിൽ നിർത്തിയവർക്കും തുടർ പഠന സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് ഹോപ്പ്. ഡാഡ് എന്താണ്? ഓൺലൈൻ ഗെയിംസ്, അശ്ലീല സൈറ്റിൽ നിന്നും കുട്ടികളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ്. തുണ പോലീസ് സേവനത്തിനായി ഓൺലൈൻ അപേക്ഷാ പോർട്ടലാണ്. മാലാക കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമണം തടയാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ്. പ്രശാന്തി ഒറ്റപ്പെട്ട വയോജനങ്ങൾക്ക് കൈത്താങ്ങായിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ്. സ്മൈൽ എന്താണ്? റോഡ് അപകടങ്ങളിൽപ്പെട്ട് അടിയന്തര സഹായം ആവശ്യമുള്ളവർക്കുള്ള പദ്ധതിയാണ്. നിഴലാണ് രാത്രികാലങ്ങളിൽ ഒറ്റപ്പെട്ടുപോയ സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും സഹായം നൽകുന്ന പദ്ധതിയാണ് നിഴൽ. കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആര്? ഓപ്ഷൻ ബി റോഷി അഗസ്റ്റിൻ. അപ്പോൾ താഴെ രാജിവെച്ച 2 മന്ത്രിമാരും അവർ മന്ത്രിമാരായിരുന്ന സമയത്ത് കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റത്തെ ആളാണ് ആൻ്റണി രാജു. അവർ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകളായിരുന്നു റോഡ്, ജലഗതാഗതം, മോട്ടോർ വാഹനങ്ങൾ. അഹമ്മദ് ദേവർകോവിൽ തുറമുഖം, മ്യൂസിയം, ആർക്കിയോളജി. അപ്പം നിലവിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളാണ് പിന്നെ അടുത്തതിൽ കൊടുത്തിരിക്കുന്നത്. VN വാസവൻ സഹകരണം, തുറമുഖം, ദേവസ്വം. OR കേളു പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമം. കടന്നപ്പള്ളി രാമചന്ദ്രൻ രജിസ്ട്രേഷൻ, മ്യൂസിയങ്ങൾ, ആർക്കിയോളജി. KB ഗണേഷ് കുമാർ റോഡ്, ജലഗതാഗതം, മോട്ടോർ വാഹനങ്ങൾ. MB രാജേഷ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, എക്സൈസ്. പാർലമെൻ്ററി കാര്യങ്ങൾ, ഗ്രാമവികസനം, നഗരാസൂത്രണം, പ്രാദേശിക വികസന അതോറിറ്റികൾ, കില. 2025 പ്രഥമ ഖോ-ഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യമാണ് ഓപ്ഷൻ എ ഇന്ത്യ. അടുത്ത സ്ലൈഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് കുറച്ച് വേദികളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. 2025 പ്രഥമ ഖോ-ഖോ ലോകകപ്പ് വേദിയാണ് ഡൽഹി. 2025 വനിതാ കബഡി ലോകകപ്പ് വേദി ബീഹാറാണ്. 2025 ICC വനിതാ ഏകദിന ലോകകപ്പ് ഇന്ത്യ. 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഡൽഹി. 2025 ലോക ജൂനിയർ ഷൂട്ടിംഗ് ലോകകപ്പ് ഡൽഹി. 2025 പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പ് ചെന്നൈ. 2025 ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് വേദിയാണ് ഗുവാഹത്തി. 2025 38ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദിയാണ് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ. 2024-25 78ാമത് സന്തോഷ് ട്രോഫി വേദിയാണ് ഹൈദരാബാദ്. അതിൽ വിജയിയാണ് ബംഗാൾ, റണ്ണേഴ്സപ്പാണ് കേരളം. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദിയാണ് ബീഹാർ. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് ബീഹാർ തന്നെയാണ്.
ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് 2 സ്ഥലങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ലഡാക്കിലെ ലേയും ജമ്മു കാശ്മീരിലെ ഗുൽമർഗിലും. ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൻ്റെ അപ്ഡേഷനൊന്നും വന്നിട്ടില്ല. 66ാമത് സംസ്ഥാന സ്കൂൾ കായികമേള 2024 കൊച്ചിയിലാണ് നടക്കുന്നത്. അതിൻ്റെ വിന്നേഴ്സാണ് ട്രിവാൻഡ്രം. അതിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ് PR ശ്രീജേഷ്. PSC സഹചാരിയുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കറണ്ട് അഫയേഴ്സ് നിങ്ങളൊരിക്കലും ഈ ഒരു ക്ലാസ്സിൽ മാത്രം ഒതുക്കി കളയരുത്. നിങ്ങൾക്ക് കിട്ടാവുന്ന എല്ലാ സോഴ്സിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം? കറണ്ട് അഫയേഴ്സ് പഠിക്കണം. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് 2025 വരുന്ന ഏതൊരു എക്സാമിനും ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ഇത്രയും നേരം ക്ലാസ് കേട്ട എല്ലാവർക്കും താങ്ക് യു.